ഹലോ, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാലയാണ്. നമ്മളത് ചപ്പാത്തി, അപ്പം, പൂരി, ബ്രെഡ് എന്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈവൻ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. സോ നമ്മൾ എങ്ങനെയാണ് ഈ പൂരി മസാല റെഡിയാക്കുന്നതെന്നും അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ പൊട്ടാറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. സോ അത് കാരണം നമുക്ക് ഇത് പീൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇത് പീൽ ചെയ്ത് സ്മാഷ് ചെയ്താണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത്. പിന്നെ ചോപ്ഡ് ഓണിയൻ, ചോപ്ഡ് ഗ്രീൻ ചില്ലീസ്, കറി ലീവ്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. താളിക്കാനായിട്ട് കടുക്, തുവരപ്പരിപ്പ്, 2 വറ്റൽമുളക്, ഉപ്പ്, വെള്ളം, ആവശ്യത്തിന് എണ്ണ. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പൊട്ടാറ്റോസ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോർക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഇത് സ്മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് ഇത് സ്മാഷ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കിത് സ്മാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ സ്മാഷ് ചെയ്ത് ഫൈനലി ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതിനി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ പൂരി മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക്, തുവരപ്പരിപ്പ്, പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതുകൊണ്ട് കടുക് പെട്ടെന്ന് പൊട്ടി കിട്ടുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചോപ്ഡ് ഓണിയൻ, അതേപോലെ തന്നെ ഗ്രീൻ ചില്ലീസ്, കറി ലീവ്സ് ഇതെല്ലാം കൂടി നമുക്ക് ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ ഓണിയൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പ്, ഇനി ഇത് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 4 മുതൽ 5 മിനിറ്റ് നേരം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടാറ്റോ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം. എന്നാലും ഇത്ര നേരം നമ്മൾ ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിനടുത്ത് വെച്ചിട്ടാണ് നമ്മളിത് ബോയിൽ ചെയ്തത്. ഇനി നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് ബോയിൽ ചെയ്യാം. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. പൂരിയുടെ കൂടെ മാത്രമല്ല, ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. സോ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.